So, hi, hello everyone, welcome back to Newton's English class. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ വരാറായല്ലേ അല്ലേ? സോ നമ്മൾ ഒരേ ചാപ്റ്റർ വൈസ് നമുക്ക് 6 ചാപ്റ്ററാണ് ഇൻ ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഒരേ ചാപ്റ്ററിനെ സിമ്പിളായി കുറച്ചും കൂടെ സിമ്പിളറാക്കി കുറച്ചും കൂടെ സമ്മറൈസ് ചെയ്തുള്ള ടോപ്പിക് വീഡിയോസാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേ വിച്ച് ഇസ് റിട്ടൺ ബൈ നഗീബ് മെഹഫൂസ്. ഓക്കെ, നഗീബ് മെഹഫൂസ് എന്ന് പറഞ്ഞൊരു ഈജിപ്ഷ്യൻ റൈറ്റർ എഴുതിയൊരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ cover ചെയ്യാൻ പോകുന്നു. Okay, so without any delay, let's get into the class. The allegory begins with a small boy going to the school for the first time with his father. ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന രംഗമാണ് നമുക്ക് കാണുന്നത്. ആരുടെ കൂടെയാണ് പോകുന്നത്? അച്ഛൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. സന്തോഷത്തിലാണോ? അങ്ങനെ ചോദിച്ചാൽ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണല്ലേ? യെസ്, ദ ചൈൽഡ് ഹാഡ് എ മിക്സ്ഡ് ഫീലിംഗ് അബൌട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ് ആസ് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് അല്ലേ? ഹി ഹാഡ് എ മിക്സ്ഡ് ഫീലിംഗ്. പുതിയ ഡ്രസ്സ്, പുതിയ യൂണിഫോം, പുതിയ ഷൂസ് ഒക്കെ ഇട്ട് പോവുകയാണെങ്കിലും ഹി ഈസ് നോട്ട് ഹാപ്പി ടു ഗോ ടു സ്കൂൾ ടുഡേ അല്ലേ? On the way to school, he could turn back towards his mother expecting to call him back. അപ്പോൾ നടന്ന് അച്ഛൻ്റെ കൈയും പിടിച്ച് നടന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് നമ്മുടെ കുട്ടിയല്ലേ. എന്തിനു വേണ്ടിയാണ്? അമ്മ ഒന്ന് തിരിച്ച് വിളിച്ചാലോ എന്നുള്ളൊരു സന്തോഷത്തിൽ, അങ്ങനെ വിളിച്ചാലോ എന്നുള്ള രീതിക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അമ്മ വിളിക്കുന്നില്ല അല്ലേ? യെസ്. സോ വൈൽ ഹി ഈസ് വാക്കിംഗ് ഹി കൻ സീ എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna tree and a few date palms. അപ്പോൾ സ്കൂളിലേക്ക് പോണ വഴി കാണുന്ന കുറച്ച് രംഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്കൂളിലേക്ക് പോണ വഴി നമ്മുടെ കുട്ടി കുറച്ചും കൂടെ നാച്ചുറൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലേ? ദ ഫസ്റ്റ് വൺ ഇസ് സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ദ സെക്കൻഡ് വൺ ഇസ് ബോത്ത് ദ സൈഡ്സ് ഫിൽഡ് വിത്ത് എക്സ്റ്റെൻസീവ് ഫീൽഡ് വിച്ച് ഇസ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. ക്രോപ്പ് അതായത് പ്ലാന്റ്സ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഫീൽഡുകൾ കാണുന്നുണ്ട്. പിക്ലി പിയേഴ്സ് അതായത് കാക്ടസ് പ്ലാന്റ് കാണുന്നുണ്ട്. നമ്മുടെ റൈറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹീസ് എ ഈജിപ്ഷ്യൻ റൈറ്റർ. സോ ഈജിപ്തിൽ കൂടുതലുമായിട്ട് കാണാൻ പറ്റുന്ന ട്രീസുകളൊക്കെയാണ് ഇനി അത് കഴിഞ്ഞിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ? prickly pears, henna trees and a few date palms. So now let's see what happens further. Yes sir. The child considers the school as a place for punishment and his father consoles him by saying that the school is a factory that makes useful people out of children. കുട്ടിക്ക് തീരെ താല്പര്യമില്ല സ്കൂളിൽ പോണ വഴി മൊത്തം അച്ഛനോട് പറയുന്നുണ്ട്, എനിക്ക് സ്കൂളിൽ പോകാൻ അച്ഛൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ ഇനി കുരുത്തക്കേടൊന്നും കാണിക്കാണ്ട് വീട്ടിൽ തന്നെ ഇരുന്നോളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ മോനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ഏരിയ അല്ല, ഒരു പണിഷ്മെൻറ്റ് തരുന്ന സ്ഥലമല്ല സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പേഴ്സണെ നല്ലൊരു നോളജബിൾ ആക്കി മാറ്റാൻ വേണ്ടി ഉള്ളൊരു ഫാക്ടറിയാണ്, ഒരു വ്യക്തിയെ നല്ലൊരു നോളജബിൾ പേഴ്സൺ ആക്കി മാറ്റാനുള്ളൊരു ഫാക്ടറിയാണ് സ്കൂൾ എന്ന് പറയുന്നതെന്ന് മോനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഹീസ് നോട്ട് കൺവിൻസ്ഡ് അല്ലേ? എന്ത് പറഞ്ഞിട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല. സ്കൂൾ എപ്പോഴും ഒരു പണിഷ്മെൻറ്റ് തരാനുള്ളൊരു പ്ലേസ് ആയിട്ടാണ് നമ്മുടെ ബോയ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഹി വാസ് നോട്ട് കൺവിൻസ്ഡ്. For the boy, the school looked like a huge high wall fort, stern and gloomy. അപ്പോൾ കുട്ടിക്ക് ആ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കോട്ടയുടെ ഒരു ഇമാജിനേഷനാണ് വരുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഹൈ വോൾഡ് ഫോർട്രസ് അല്ലെങ്കിൽ വലിയൊരു കോട്ട, വലിയ മതിലുകളൊക്കെ ഉള്ളൊരു കോട്ട പോലെയാണ് നമ്മുടെ കുട്ടിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ സ്കൂളിൻ്റെ മുമ്പിലെത്തിയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൻ ഹി റീച്ച്ഡ് ദ സ്കൂൾ ഹി കുഡ് സീ ദ കോർട്ട് യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് വിത്ത് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. സ്കൂളിൽ എത്തയല്ല, ആ ഒരു കോർട്ട് യാർഡിൽ എന്താണെന്ന് കാണുന്നത്? ആ കോർട്ട് യാർഡ് ഇറ്റ്സ് വെരി വാസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ക്രാംഡ് വിത്ത് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ക്രാംഡ് എന്ന് വെച്ചാൽ കുത്തി നിറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഇസ് പാക്ഡ് വിത്ത് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. യെസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റും. വെൻ ഹി റീച്ച്ഡ് ദ സ്കൂൾ ഹിസ് പെർസെപ്ഷൻ അബൌട്ട് ദ സ്കൂൾ വാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ആദ്യം സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടി എന്താണ് വിചാരിച്ചത്? സ്കൂൾ ഇസ് എ പ്ലേസ് ഓഫ് പണിഷ്മെൻറ്റ്. പക്ഷേ സ്കൂളിലെത്തി ഓരോരോ ആൾക്കാരായിട്ട് ഇടപെട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ കുട്ടിക്ക് മനസ്സിലായി സ്കൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ഓഫ് പണിഷ്മെൻറ്റ് ബട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് അതർ ദാൻ പണിഷ്മെൻറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഹി അറ്റ് ഫസ്റ്റ് കൺസിഡർ സ്കൂൾ ആസ് എ പ്ലേസ് ഓഫ് പണിഷ്മെൻറ്റ്. ദിസ് സബ്മിഷൻ ബ്രോട്ട് ടു എ സോർട്ട് ഓഫ് കണ്ടെന്റ്മെൻറ്റ്. അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് വിചാരിച്ചോ കുട്ടി? ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, എന്തൊക്കെയായാലും ഇവിടെ നിന്നേ പറ്റൂ അല്ലേ? സോ ഹി സബ്മിറ്റഡ് ടു ദ ഫാക്ട്, ഇനി ഇവിടെ നിന്നേ പറ്റൂ എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മുടെ കുട്ടി വന്നു. ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് ഹിസ് ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ദ ഗേൾസ്. ഓക്കെ, സോ ആദ്യം തന്നെ സ്കൂളിൽ പോയപ്പോൾ ഹിസ് ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ്, അവിടെയുള്ള എല്ലാ ആൺകുട്ടികളുമായിട്ട് ഫ്രണ്ട്സായി. ആൻഡ് ഫർദർ ഹി ഫെൽ ഇൻ ലവ് വിത്ത് ദ ഗേൾസ്, റൈറ്റ്? അപ്പോൾ നല്ലൊരു കൂട്ടായ്മ ആയെന്നാണ് പറയുന്നത്. ഹി ഗോട്ട് കണക്റ്റഡ് ടു ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ ദ സ്കൂൾ അല്ലേ? ഫ്രണ്ട്സ് ആയാലും ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഹി ഗോട്ട് കണക്റ്റഡ് ടു എവറി സിംഗിൾ പേഴ്സൺ.
Now he understood that his misgivings had no basis. ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെ, സ്കൂളിനെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെ വെറുതെ ആയിരുന്നു എന്ന് നമ്മുടെ കുട്ടിക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് ആ കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നത് എന്നുള്ള കാര്യം. The narrator then describes about the new experiences and varieties of the school. സ്കൂളിൽ പഠിക്കാൻ കിട്ടുന്ന, സ്കൂളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്ന വെറൈറ്റീസിനെ പറ്റിയാണ് പിന്നെ നമ്മുടെ ബോയ് പറയുന്നത്. The games, the music room where they chanted their first song, the globe of the earth which revolved and showed various continents and countries, the introduction to language, the learning of numbers, eating delicious food and a little nap. ഈ പല എക്സ്പീരിയൻസ് ആണ് കിട്ടിയതല്ലേ. ഇതൊക്കെ ഒരു കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദ ബോയ് വാസ് ഫീലിംഗ് വെരി ത്രിൽഡ്. അല്ല, ഇതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ദ ബോയ് വാസ് ഫീലിംഗ് വെരി ത്രിൽഡ് ആൻഡ് ഹി വാസ് അറ്റ് ദ സെയിം ടൈം ഹി വാസ് വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ ഗെയിംസ് കളിച്ചു, പലതരം ഗെയിംസ് കളിച്ചു അല്ലേ. വോൾട്ടിംഗ് ഹോഴ്സസ്, ബോൾ ഗെയിംസ്, കുറേ ഗെയിംസുകൾ കളിച്ചു. മ്യൂസിക് റൂം തന്നെ ഉണ്ടായിരുന്നു അവരുടെ ആദ്യമായിട്ട് അവർ പാട്ട് പാടാനുള്ള ഒരു മ്യൂസിക് റൂം ഉണ്ടായിരുന്നു. പിന്നെ ദ ഗ്ലോബ് ഓഫ് ദി എർത്ത് ദാറ്റ് റൊട്ടേറ്റ്സ് അല്ലേ, അതിൻ്റെ ഗ്ലോബ്, അതിൻ്റെ ഒരു റെപ്ലിക്ക കണ്ടു അവർ. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഗ്ലോബ് അവർ കാണുന്നത് അല്ലേ. And they studied about various countries, കുറേ കൺട്രീസിനെ പറ്റിയും കോണ്ടിനെൻസിനെയും പറ്റി പഠിച്ചു. ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്, കുറേ ഇൻട്രൊഡക്ഷൻസ് പഠിച്ചു, ലാംഗ്വേജിനെ പറ്റി അവർ പഠിച്ചു. ലേണിംഗ് ഓഫ് ദ നമ്പേഴ്സ് ആൻഡ് പിന്നെ അവർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു. ദെൻ ദേ ഹാഡ് എ ലിറ്റിൽ നാപ്പ് അല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് ദേ ഹാഡ് എ ലിറ്റിൽ നാപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരേ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ, ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ. സോ ഹിയർ സംതിങ് ഈസ് happening alle, something is changing alle. So we'll study that later. So in the next slide we can see what is the other things that we can see in the school. So next slide please. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ പറ്റും ഒരു സ്കൂൾ ആയാലും അതിപ്പോൾ എന്തായിക്കോട്ടെ, ഒരു സ്കൂൾ ആയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അതിന് നെഗറ്റീവ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് പോസിറ്റീവ് ഉണ്ടാവും അല്ലേ. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ കോയിൻ ഹാസ് ടു സൈഡ്സ് അല്ലേ, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ് സൈഡ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചതല്ലേ. കുറേ വെറൈറ്റീസ് ഓഫ് തിങ്സ്, ഗെയിംസ് പഠിക്കാൻ, കുറേ എക്സ്പീരിയൻസുകൾ അല്ലേ, കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാമല്ലേ. ആ സ്കൂളിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് വരുന്നത്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് വരുന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ നറേറ്റർ എക്സ്പ്ലെയിൻസ് അബൌട്ട് ദി ചാലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ദാറ്റ് വൺ എൻകൗണ്ടേഴ്സ് അറ്റ് സ്കൂൾ. ഒരു സ്കൂളിൽ അനുഭവപ്പെടുന്ന കുറേ ചാലഞ്ചസും ഡിഫിക്കൽട്ടീസ് ആണ് ഇനി നമ്മുടെ നറേറ്റർ നമ്മളോട് പറയാൻ പോകുന്നത്. ദേ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് അല്ലേ. എപ്പോഴും സ്കൂൾ എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റും ഭയങ്കര കാമും കൂളും ഭയങ്കര അൺക്ലൗഡ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്ത് ആയിരിക്കില്ല അല്ലേ. ദർ വിൽ ബി different difficulties as well. Dust-laden wind and unexpected accidents could happen. പലതരം ആക്സിഡൻറ്റുകൾ, ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല ആക്സിഡൻസുകൾ നമുക്ക് സ്കൂളിൽ സംഭവിക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. എപ്പോഴും സ്കൂൾ എന്ന് പറയുന്നത് ഓടിക്കളിച്ച് നടക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി നടക്കുക, അത് മാത്രമല്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ. ബട്ട് rivalries could bring about pain and hatred or give rise to fighting. അതായത് മത്സരങ്ങൾ, രണ്ട് ടീം തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ പല കാര്യത്തിലേക്ക് കൊണ്ടുപോകാം. ചിലപ്പോൾ ഇറ്റ് ക്യാൻ ബി ഫൈറ്റിംഗ്, ചിലപ്പോൾ ഇറ്റ് ക്യാൻ ബി ഹേറ്റ്രഡ്, ഓൾസോ ഇറ്റ് ക്യാൻ ബി പെയിൻ. ചിലപ്പോൾ അവർ ഫൈറ്റ് ചെയ്ത ആ ഒരു ഇഞ്ചുറീസ് വരെയൊക്കെ ആവാം അല്ലേ. സോ അതൊക്കെയാണ് പറയുന്നത്. ദ ടീച്ചേഴ്സ് വുഡ് സംടൈംസ് സ്മൈൽ. ചില സമയത്ത് ടീച്ചേഴ്സ് ചിരിച്ചൊക്കെ കാണിക്കുമെങ്കിലും ബട്ട് she would often scowl and scold. More frequently she would give physical punishment as well. അപ്പോൾ പറയാണ് ടീച്ചേഴ്സ് ചില സമയത്തൊക്കെ ചിരിച്ച് കാണിക്കും, നല്ല സന്തോഷത്തിലായിരിക്കും, പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല അല്ലേ. എപ്പോഴും ഒച്ചയെടുത്ത് പിണങ്ങിക്കൊണ്ടിരിക്കും. അത് കൂടാണ്ട് ചില സമയത്ത് ഫിസിക്കലായിട്ടുള്ള പണിഷ്മെൻറ്റ്സും ടീച്ചർ തരാറുണ്ട്. അല്ലാണ്ട് എപ്പോഴും ടീച്ചർ 24 മണിക്കൂർ ഞങ്ങൾ നോക്കി ചിരിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. ബട്ട് ഷീ ഓൾസോ ചേഞ്ചസ്. അപ്പോഴും നമുക്ക് ഡിഫിക്കൽട്ടീസും ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. The bell rang announcing the passing of the day and the end of the work. ബേസിക്കലി അവസാനത്തെ ബെല്ലടിച്ചു, എല്ലാ കുട്ടികളും ദേ ആർ ഗെറ്റിംഗ് റെഡി ടു ഗോ ടു ദെയർ ഹോം അല്ലേ. അപ്പോൾ നമ്മുടെ നറേറ്റർ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ സ്കൂളിലേക്ക് പോയിക്കോ, തിരിച്ച് കൊണ്ടുവരാൻ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം, ഇവിടെ സ്കൂളിൽ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ദ നറേറ്റർ വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. ദ ബോയ് വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ ഫോർ എ ലോങ് ടൈം ആൻഡ് ഹി ഫൈനലി ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ബൈ ഹിംസെൽഫ്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യണം? സോ നൗ ഹി ഡിസൈഡഡ്, അച്ഛനെ കാത്ത് കുറേ നേരം നിന്നിട്ടും നൗ ഹി ഈസ് ഡിസൈഡിങ്, ഹി ഓൾറെഡി ഡിസൈഡഡ് ഇനി ഒറ്റയ്ക്ക് പോവാം എന്നുള്ള ഡെസിഷൻ നമ്മുടെ കുട്ടി എടുത്തു അല്ലേ. ഈസ്ന്റ് ഇറ്റ് സ്ട്രേഞ്ച്, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടി ഹീസ് ടേക്കിംഗ് ഡെസിഷൻസ് ബൈ ഹിംസെൽഫ്. പോവാം എന്നുള്ള രീതിയിലല്ലേ. So we can see a lot of changes happening.
ആസ് ഹി സ്റ്റാർട്ട്സ് ടു മൂവ് ഹി എൻകൗണ്ടേഴ്സ് എ മിഡിൽ ഏജ്ഡ് മാൻ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. മിഡിൽ ഏജ്ഡ് മാന് ഈ ഒരു കുട്ടിനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി തിരിച്ചെന്താണ് പറയുന്നത്? യെസ്, ഐ ഓൾസോ നോ യു, എനിക്കും നിങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ടല്ലേ. സോ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് നമ്മുടെ കുട്ടി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വി കെൻ സീ എ ലോട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. സ്കൂളിലേക്ക് വന്ന വഴി തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ദ നറേറ്റർ ഈസ് ഫീലിംഗ് ദാറ്റ് എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. എല്ലാ കാര്യങ്ങളും, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതെന്തായി, അത് മാറിക്കഴിഞ്ഞു. ഒന്നും തന്നെ അതുപോലെ തന്നെ സിമിലർ ആയിട്ടില്ല, ബട്ട് അതിൻ്റെ സ്ഥലത്ത് വെവ്വേറെ കാര്യങ്ങൾ, പുതിയ പുതിയ മോഡേണൈസേഷനും കുറേ ബിൽഡിങ്സ് ഒക്കെ വന്നു അല്ലേ. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. സോ now let's see, he proceeded and was stunned by the changes. ഇപ്പോൾ മുമ്പിലോട്ട് നടന്നു തുടങ്ങിയ മിഡിൽ ഏജ്ഡ് മാനെ കണ്ടു, they talked a bit. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോൾ he was stunned, he was very surprised by the changes that is happening അല്ലേ. അവിടെ നടന്നിരുന്ന അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ചേഞ്ച് ആയ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ബോയ് he was really surprised. The street lined with gardens had disappeared. വന്നപ്പോൾ കുട്ടി എന്താണ് പറഞ്ഞത്? There was street lined gardens, extensive field on both sides അല്ലേ. പക്ഷെ ഇപ്പോൾ അതൊന്നും അവിടെ ഇല്ല. അതിന് പകരം എന്തൊക്കെയാണ്? Hordes of humanity came to live upon its service. എവിടെയാണോ ഗാർഡൻസ് ഉണ്ടായത് ഇപ്പോൾ അവിടെ അതൊന്നുമില്ല. ഇപ്പോൾ അവിടെ ഹ്യൂമാനിറ്റി, കുറേ മനുഷ്യന്മാരുടെ കൂട്ടമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അല്ലാണ്ട് ഇപ്പോൾ ആ ഗാർഡൻ ഒന്നും ആ ഒരു സ്ഥലത്ത് ഇല്ല എന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. Isn't it strange? രാവിലെ വന്നപ്പോൾ ആ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു, തിരിച്ചു പോയി. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി ഹാഫ് എ ഡേ, പകുതി ദിവസം ആവാൻ പോകുന്നുള്ളൂ. അപ്പോഴേ കൂടെ ഒട്ടധികം ചേഞ്ചസുകൾ അവിടെ വന്നിട്ടുണ്ടല്ലേ. യെസ്, എന്നിട്ട് പറയുന്നുണ്ട് ഓൾ വെഹിക്കിൾസ് ഇൻവേഡഡ് ദ പ്ലേസ്, ഹിൽസ് ഓഫ് റിഫ്യൂസ് കെയിം ടു കവർ ഇറ്റ് സൈഡ്സ്. എല്ലാ സ്ഥലങ്ങളും, നമ്മുടെ ബോയ് നടന്ന എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ വെഹിക്കിൾസ് ആണ് അവിടെ ഇൻവേഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇരിക്കുന്നല്ല, അവിടെ ഇപ്പോൾ നിൽക്കുന്നതല്ല, അവിടെ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന വെഹിക്കിൾസ് ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദ നറേറ്റർ ഓർ ദ ബോയ് ടു ഫൈൻഡ് വെയർ ഹി ഈസ് ആക്ച്വലി ഗോയിങ്. എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ബോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹി ഈസ് നൗ മാഡൻഡ് അല്ലേ. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ്, സർജ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സസ് ഷുക്ക് ദി എയർ. സോ നൗ when he is walking he can see that high buildings had taken over. വലിയ വലിയ ബിൽഡിങ്സുകൾ, വലിയ വലിയ കൊട്ടാരങ്ങൾ, മാളികകളൊക്കെ ഈ ഒരു സ്ഥലം കീഴടക്കി കളഞ്ഞു അല്ലേ. ഇപ്പോൾ പണ്ട് നേച്ചറായിട്ട് റിലേറ്റ് ചെയ്ത് ഫീൽഡ്സും ഫാംസും ഗാർഡൻസ് ഒക്കെ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഹൈ ബിൽഡിങ്സുകളാണ്. വേറെ ഒന്നുമല്ല, ബിൽഡിങ്സുകൾ വന്നു ആ സ്ഥലങ്ങളിലൊക്കെ. ഓക്കെ, ആൻഡ് നൗ ദീസ് സ്ട്രീറ്റ്സ് ഇസ് ഫിൽഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സ് ഓൾസോ ഷുക്ക് ദെയർ. അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ നോയ്സും അതൊക്കെ പല പല കാര്യങ്ങളാലും നമ്മുടെ ബോയിനെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ഡിസ്റ്റർബിങ്, ഹീ ഈസ് ഗെറ്റിംഗ് മാഡൻഡ് അല്ലേ. ദ സ്ട്രീറ്റ് വാസ് ഫിൽഡ് വിത്ത് ട്രാഫിക് ആൻഡ് ദ ബോയ് വാസ് മാഡൻഡ് ബൈ ഓൾ ദ ന്യൂ ചേഞ്ചസ് അറൗണ്ട് ഹിം. സോ നൗ വെൻ ഹീ ഈസ് വാക്കിംഗ് ഹി കൻ സീ ദ സ്ട്രീറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ട്രാഫിക് അല്ലേ. കുറേ വണ്ടികളും കുറേ സൈറൻ അടിച്ച ഒരു ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കസ് കമ്പനിയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് അല്ലേ. കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബോയ് ഹീ ഈസ് കംപ്ലീറ്റ്ലി മാഡൻഡ്, ആകെ ഭ്രാന്തമായ കുട്ടിക്കല്ലേ. പോയ സമയത്ത് ഹി വാസ് വെരി ഹാപ്പി ലുക്കിംഗ് അറ്റ് ദ നാച്ചുറൽ തിങ്സ്, ബട്ട് നൗ ആ സ്ഥലത്തൊക്കെ ഇപ്പോൾ പല പല സാധനങ്ങൾ, വെഹിക്കിൾസ് ആയി, ബിൽഡിങ്സ് ആയി, പല പല ആൾക്കാരുടെ കൂട്ടമായി. സോ നൗ എവറിത്തിങ് അറൗണ്ട് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ഹിം വാസ് മാഡനിങ് ഹിം. അതായത് ഭയങ്കരമായിട്ട് ഭ്രാന്തമാക്കിയായിരുന്നു. എന്താണ് സംഭവം എന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ലാസ്റ്റ് എന്താവും നമുക്ക് നോക്കാം. ഹി വാസ് ഇൻ എ ഹറി ടു ക്രോസ് ദ റോഡ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ഓഫ് അബുക്കോട. അബുക്കോട എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്, ഈജിപ്തിലെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് അബുക്കോട എന്ന് പറയുന്നത്. സോ ഹി വാസ് ഇൻ എ ഹറി, എത്രയും പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് വീട്ടിലേക്ക് എത്താനായിരുന്നു നമ്മുടെ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ. സോ ഹി വാസ് ഇൻ എ ഹറി. പക്ഷേ ആ റോഡ് നിറച്ചും എന്തായിരുന്നു? ദ റോഡ് വാസ് ഫിൽഡ് വിത്ത് ട്രാഫിക് ആൻഡ് വെഹിക്കിൾസ്. സോ ആ കുട്ടിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ. ഹി ഹാഡ് ടു ക്രോസ് ദ റോഡ് ടു ക്രോസ് അബുക്കോട ടു റീച്ച് ഹിസ് ഹോം. അബുക്കോട ക്രോസ് ചെയ്താൽ മാത്രമേ വീട്ടിലെത്തുള്ളൂ എന്നുള്ള കാര്യം കുട്ടി കൃത്യമായിട്ട് അറിയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് അച്ഛനോട് ഞാൻ ഡിസ്കസ് ചെയ്യും എന്തൊക്കെയായിരിക്കും ഈ ഒരു ചേഞ്ചസിന് കാരണം എന്നുള്ള കാര്യം ഞാൻ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആ കുട്ടി പറയുന്നുണ്ടല്ലേ. ബട്ട് ദി സ്ട്രീംസ് ഓഫ് കാർ വുഡ് നെവർ ലെറ്റ് ഹിം ക്രോസ് ദ റോഡ്. ആ ഒരു കാറിൻ്റെ ആ ഒരു വരികൾ, കാർ ഇങ്ങനെ വൺ ബൈ വൺ പുറകിൽ നിന്ന് ആ ഒരു സ്ട്രീം കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല? കുട്ടിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു. ഹി സ്റ്റുഡ് ദെയർ ഫോർ എ ലോങ് ടൈം ആൻഡ് ഫൈനലി എ യങ് ലാഡ് ഫ്രം എ അയണിങ് ഷോപ്പ് കെയിം ടുവേർഡ്സ് ഹിം. അപ്പോൾ അങ്ങനെ നമ്മുടെ നറേറ്റർ, നമ്മുടെ ബോയ് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് നിന്നിട്ടും ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. സോ ഹി വാസ് വെരി സ്ട്രഗ്ലിങ്. എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാനും പറ്റുന്നില്ല. വാട്ട് ഷുഡ് ഹി ഡു എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ദൂരെ, അതായത് ഒരു കോർണറിലുള്ള ഒരു അയണിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് ലാഡ്, അതായത് ഒരു യങ് കിഡ് വരും. നമ്മുടെ നറേറ്ററിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈയൊക്കെ നീട്ടി ഒരു കാര്യം പറയും അല്ലേ. അപ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നത്. ഇതെന്താണിത്? ദിസ് വാസ് നോട്ട് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നല്ലേ.
He stretched out his arms and said gallantly, "Grandpa, let me take you across." അപ്പോൾ ബോയ് പറയാണ്, കൈയൊക്കെ നീട്ടി നല്ല ഗാലൻ്റ്ലി, അതായത് ഭയങ്കര പവർഫുൾ ആയിട്ട് ഭയങ്കര ആ ഒരു ധീരത്തിൽ പറയാണ്, ഗ്രാൻഡ് പാ, ഞാൻ നിങ്ങളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യാൻ സഹായിക്കാം എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ സ്കൂളിൽ പോയ കുട്ടി ഇപ്പോൾ ആരാണ്, ഇപ്പോൾ അതൊരു ഗ്രാൻഡ് പേ ആയി മാറിയിരിക്കുക അല്ലേ. സോ അവിടെ എന്താണ്, കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഓഫ് സിനാരിയോ ആണല്ലേ നടക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഹി വാസ് എ ബോയ്, ബട്ട് നൗ ഹി ഹാസ് ബിക്കം എ ഗ്രാൻഡ് പാ. സോ ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്നല്ല ആ ഒരു ഗ്രാൻഡ് പേയിലേക്ക്, അല്ലെങ്കിൽ പുതിയ ആ ഒരു മോഡേണൈസേഷൻ്റെ ആ ഒരു സിനാരിയോ നമുക്ക് ഹോൾ ടുഗെദർ ആ ഒരു സറൗണ്ടിങ്സിൽ കാണാൻ പറ്റുന്നത് വെൻ ദ ബോയ് സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദി സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു ചേഞ്ചസ് അവിടെ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ദി ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ, ഗാർഡൻസ് ഒന്നും അവിടെ കാണുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് ചാപ്റ്റർ ഹാഫ് എ ഡേ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിംഗ് ദ ടെക്സ്റ്റ് ബുക്ക് വിത്തൗട്ട് എനി ഡിലേ. ഓക്കെ, അപ്പോൾ ഫർദർ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് കാണാം. താങ്ക് യു.